ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറയുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കോൺട്രാക്റ്റ് ലോ എന്ന കൊമേഴ്ഷ്യൽ ബിസിനസ് ട്രാൻസാക്ഷനും ലീഗൽ ഡീലിങ്സും ബേസ് ചെയ്ത് നോർമൽ ഡെയിലി പല എഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. പിന്നെ പറയുന്നത് ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്ട്സ് ആകാൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 പറയുന്ന എല്ലാ ലീഗൽ കൺസിഡറേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. സെക്ഷൻ 2 ക്ലോസ് എച്ചിൽ പറയുന്നത് ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റ്സ് മാത്രമാണ് കോൺട്രാക്ട്സ്. എഗ്രിമെൻറ്റ്സും കോൺട്രാക്ട്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ് ലീഗൽ എൻഫോഴ്സിബിലിറ്റി. വാലിഡ് കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ പാർട്ടീസിന് ലീഗൽ റൈറ്റ്സും ലീഗൽ ഡ്യൂട്ടീസും ഉണ്ടാകണം. അത് കോർട്ട് വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അടുത്താണ് മീനിങ് ഓഫ് എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്റ്റ്. മീനിങ് ഓഫ് എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്റ്റ് സെക്ഷൻ 2 ക്ലോസ് ഇയിലാണ് പറയുന്നത്. അതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 2 ക്ലോസ് ഇ പ്രകാരം പരസ്പരം കൺസിഡറേഷനുള്ള പ്രോമിസ് ചേരുന്നതാണ് എഗ്രിമെൻറ്റ്. അതായത് ഒരാൾ ഓഫർ കൊടുക്കുന്നു, മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. സെക്ഷൻ 2 ക്ലോസ് എച്ചിലാണ് കോൺട്രാക്റ്റിൻ്റെ സെക്ഷൻ. കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ്. ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. പിന്നെ എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എഗ്രിമെൻറ്റ്സ് മാത്രമാണ് കോൺട്രാക്റ്റ് ആകുന്നത്. ഇനിയാണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് ആദ്യത്താണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ എന്നുള്ള പ്രപ്പോസലാണ്, വില്ലിങ്സ് ടു ഡു ഓർ നോട്ട് ടു ഡു. അക്സെപ്റ്റൻസ് എന്ന് അതായത് എല്ലാ കോൺട്രാക്റ്റിലും ഓഫറും അക്സെപ്റ്റൻസ് ഉണ്ടായില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓഫറിലാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ വില്ലിങ്സ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ഓഫർ എന്നാൽ പ്രൊപ്പോസലാണ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസലിനെ എഗ്രി ചെയ്യുന്നത്. അക്സെപ്റ്റൻസ് എന്നാൽ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയിരിക്കണം, കണ്ടീഷൻസ് വെക്കരുത്. വിത്തൗട്ട് വാലിഡ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് അതിൽ കോൺട്രാക്റ്റ് ഇല്ല. ഇനി ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ, അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീസിനെ ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ മെമ്പേഴ്സോ തമ്മിലുള്ള നോർമൽ പ്രോമിസസ് ജനറലി കോൺട്രാക്റ്റ് അല്ല. ഇങ്ങനെ ലോഫുൾ കൺസിഡറേഷനിൽ പറയുന്നത് പ്രോമിസ് എന്ന പ്രകാരം കിട്ടുന്ന വാല്യൂ ആണ് കൺസിഡറേഷൻ. അത് കൺസിഡറേഷൻ ഒരു ആക്റ്റ് ആയിരിക്കാം, ചെയ്യാതിരിക്കലായിരിക്കാം, അല്ലെങ്കിൽ പ്രോമിസ് ആയിരിക്കാം. വിത്തൗട്ട് കൺസിഡറേഷൻ എഗ്രിമെൻറ്റ് ഈസ് ജനറലി വോയിഡ് ആയിരിക്കും. സെക്ഷൻ 24 പറയുന്നത്. നോർമലി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എഗ്രിമെൻറ്റ് വോയിഡ് ആണെന്ന് എക്സെപ്ഷൻ 25 എക്സെപ്ഷനുണ്ട്. പിന്നെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് സെക്ഷൻ 11 പറയുന്നുണ്ട്. അതായത് കോൺട്രാക്റ്റ് ചെയ്യുന്ന ആൾ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. കോമ്പിറ്റൻ്റ് പേഴ്സൺ മേജർ ആയിരിക്കണം. പിന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ലോ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാത്ത ആളായിരിക്കണം. മൈനർ എഗ്രിമെൻറ്റ് ജനറലി വോയിഡ് ആണ്, വാലിഡ് അല്ല എന്നാണ് ഈ എഗ്രിമെൻറ്റ് പറയുന്നത്. പിന്നെ പറയണം ഫ്രീ കൺസെൻറ്റ് സെക്ഷൻ 13 to 22 വരെയുള്ളതാണ്. അതിൽ പറയുന്നത് കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം. പിന്നെ പറയുന്നത് ബലപ്രയോഗം, അതായത് കോയേഷൻ, അധിക സ്വാധീനം, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, വഞ്ചന, ഫ്രോഡ്, തെറ്റായ വിവരണം, മിസ്പ്രസൻറ്റേഷൻ, മിസ്റ്റേക്ക്. ഫ്രീ കൺസെൻറ്റ് എൻഷുർ ഫെയർനെസ്, അതായത് ഫ്രീ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കോൺട്രാക്റ്റ് ഫെയർ ആകും. പിന്നെയാണ് ലോഫുൾ ഒബ്ജക്റ്റ് സെക്ഷൻ 23 പറയുന്നത്. അതിൽ പറഞ്ഞു ഒബ്ജക്റ്റ് എപ്പോഴും എഗ്രിമെൻറ്റിൽ ഒബ്ജക്റ്റ് ലീഗൽ ആയിരിക്കണം. ഇല്ലീഗൽ, ഇമ്മോറൽ, ഫ്രോഡുലൻ്റ് പീപ്പിളിന് എഗെയിൻസ്റ്റ് ആയിരിക്കണം. എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കണം. ഇല്ലീഗൽ, ഇമ്മോറൽ, ഫ്രോഡുലൻ്റ് പബ്ലിക് പോളിസിക്കൊക്കെ എതിരായ എഗ്രിമെൻറ്റ്സ് വോയിഡാണ്. അടുത്താണ് സർട്ടിനിറ്റി ഓഫ് ടേംസ് സെക്ഷൻ 29. സർട്ടിനിറ്റി ഓഫ് ടേംസ് സെക്ഷൻ 29 പറയുന്നത് കോൺട്രാക്റ്റ് ഉള്ള ടേംസ് ക്ലിയർ ആയിരിക്കണം. കോൺട്രാക്റ്റ് വ്യത്യാസമില്ലാത്ത എഗ്രിമെൻറ്റ്സ് കോർട്ട് എൻഫോഴ്സ് ചെയ്യില്ല. വ്യക്തമല്ലാത്ത എഗ്രിമെൻറ്റ്സ് കോർട്ട് എൻഫോഴ്സ് ചെയ്യില്ല. പിന്നാണ് പറയുന്നത്
പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് സെക്ഷൻ 56. അതിൽ എഗ്രിമെൻറ്റ് പ്രാക്ടിക്കലായി പെർഫോം ചെയ്യാൻ പറ്റുന്നതുണ്ടായിരിക്കണം. ഇമ്പോസിബിൾ എഗ്രിമെൻറ്റ് വോയിഡാണ്. അതായത് ചെയ്യാൻ പറ്റാത്ത എഗ്രിമെൻറ്റ്സ് ബിഗിനിങ് മുതൽ തന്നെ വോയിഡാണ്. പിന്നെ എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ഡ് ഡിക്ലെയർഡ് വോയിഡ് സെക്ഷൻ 24 തുടങ്ങി 30 വരെ. മറ്റൊരു പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ഇത് എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ഡ് ഡിക്ലെയർഡ് വോയിഡ്. ഇതിൽ പറയുന്നത് ആക്ട് തന്നെ വോയിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്ത എഗ്രിമെൻറ്റ്സ് ആകരുത്. അതായത് റീസ്ട്രെയിൻ ഓഫ് മാരേജ്, നിയന്ത്രണം, വിവാഹത്തിൽ നിയന്ത്രണം, റീസ്ട്രെയിൻ ഓഫ് ട്രേഡ്, വ്യാപാരത്തിൽ നിയന്ത്രണം, റീസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, കോർട്ടിൽ പോകുന്നത് തടയുന്നത്, ചൂതാട്ടം, വേജറിങ് എഗ്രിമെൻറ്റ്, സർട്ടൻ അൺലോഫുൾ എഗ്രിമെൻറ്റ്, ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. ഈ കംപ്ലയിൻറ്റ് വിത്ത് ലീഗൽ ഫോർമാലിറ്റീസ്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോൺട്രാക്ട്സ് റൈറ്റിങ്ങിലായിരിക്കണം, രജിസ്റ്റർ ചെയ്യണം, സ്റ്റാമ്പ് ചെയ്യണം, ഫെയിലിയർ എഫക്ട്സ് വാലിഡിറ്റി. അതായത് ഈ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്തിരുന്നാൽ കോൺട്രാക്റ്റ് വാലിഡ് അല്ലാത്ത അവസ്ഥ വരാം. ഈ ഫോർമാലിറ്റീസൊക്കെ ഫോളോ ചെയ്യാതിരുന്നാൽ വാലിഡ് അല്ലാത്ത ഇത് വരാം. പിന്നെ ലാൻഡ്മാർക്ക് കേസുകളാണ് മോഹോരി ബി വേഴ്സസ് ധർമ്മോദാസ് ഗോസി 1903 കേസാണ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈനർ ചെയ്ത കോൺട്രാക്റ്റ് ബിഗിനിങ് മുതൽ തന്നെ വോയിഡാണ്. കേസ് കോമ്പറ്റൻസി കോൺട്രാക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി, അതായത് വാലിഡ് ഓഫർ അക്സെപ്റ്റൻസ്, ലീഗൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാകും. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിനെ കുറിച്ചുള്ള ഫേമസ് കേസാണ്. പിന്നെ ലാൽമാൻ ശുക്ല വേഴ്സസ് ഗൗരി ദട്ട്, അതായത് ഓഫർ അയച്ചിരുന്നാൽ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷൻ മുതൽ കൺസെൻറ്റും കോൺട്രാക്ച്വൽ എക്സ്റ്റൻഷനിലാണ്. അതായത് ഓഫർ അറിയാതിരുന്നാൽ അക്സെപ്റ്റൻസ് ഉണ്ടായില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മ്യൂച്വൽ കൺസെൻ്റ് ഒരു എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് ആണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള റിലേഷൻ കോൺട്രാക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ലീഗൽ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എഗ്രിമെൻറ്റ് മാത്രം എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആകുള്ളൂ. പിന്നെ ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, കപ്പാസിറ്റി, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, പിന്നെ സർട്ടിനിറ്റി, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ലീഗൽ ഫോർമാലിറ്റീസ്, ഇവയെല്ലാം ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആക്കുന്ന മെയിൻ എസെൻഷ്യൽ ആണ്. പിന്നെ ഈ എസെൻഷ്യൽസൊക്കെ പാർട്ടീസിന് ലീഗൽ പ്രൊട്ടക്ഷൻ, ഫെയർനെസ്, സർട്ടിനിറ്റി എന്നിവ നൽകുന്നു. അതുകൊണ്ട് കോൺട്രാക്റ്റ് ലോയിൻ്റെ ഫൗണ്ടേഷൻ ഇവയാണെന്നാണ് പറയുന്നത്. ഇനി കോസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് കോസി കോൺട്രാക്റ്റ് എന്നാൽ പാർട്ടീസിൻ്റെ ഇടയിൽ റിയൽ കോൺട്രാക്റ്റ് ഇല്ലെങ്കിലും ഒരാൾ മറ്റൊരാളുടെ ചെലവിൽ അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ്, അതായത് അന്യായമായ ലാഭം നേടുന്നതിന് ലോ ക്രിയേറ്റ് ചെയ്യുന്ന ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ്. ഇതിൽ പറഞ്ഞ് ഇതിൻ്റെ ഒറിജിനൽ കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ജസ്റ്റിസ്, ഫെയർനെസ് ഉറപ്പിക്കാൻ വേണ്ടി ലോ ഇതിൻ്റെ കോൺട്രാക്റ്റ് പോലെ ട്രീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രൊവിഷൻസ് ആണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 68 മുതൽ 72 വരെ കോസി കോൺട്രാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്താണ് ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്റ്റ്. സപ്ലൈ ഓഫ് നെസസിറ്റി സെക്ഷൻ 68 ആണ് ആദ്യം പറയുന്നത്. സപ്ലൈ ഓഫ് നെസസിറ്റീസ് സെക്ഷൻ 68 പറയുന്നത് കോൺട്രാക്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളിന് മൈനർ അൺസൗണ്ട് മൈൻഡ് ലൈഫിന് ആവശ്യമായ നെസറീസ് കൊടുത്ത ആളിന് ആ പേഴ്സൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ അവകാശമുണ്ട്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയറിനെ പേഴ്സണലി സ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർലി നിന്ന് മാത്രമാണ് പൈസ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിളാണ് എ മൈനർ ബിക്ക് ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിന് കൊടുക്കുന്നു. ബി കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ബിക്ക് പേഴ്സണലി സ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സ്പെൻസ് റിക്കവർ ചെയ്യാം. ഇതിൻ്റെ കേസാണ് നാഷ് വേഴ്സസ് ഇൻമാൻ. ടൈലർ മൈനറിനെ ഫാൻസി വേസ്റ്റ് കോട്ട് കൊടുത്തു. മൈനറിന് ഓൾറെഡി ആവശ്യത്തിന് ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. കോർട്ട് പറഞ്ഞു ഇത് നെസസറീസ് അല്ല, അതുകൊണ്ട് ടൈലറിന് പൈസ റിക്കവർ ചെയ്യാൻ പറ്റില്ല. അടുത്താണ് പേയ്മെൻറ്റ്.
ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. സെക്ഷൻ 69 പറയുന്നത് ലോ പ്രകാരം മറ്റൊരാൾ അധികമായി പൈസ ആധ്യാത്മികമായി പൈസ എടുത്തു കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാൾ അടച്ചാൽ ആ പൈസ തിരിച്ച് റിക്കവർ ചെയ്യാൻ അവകാശമുണ്ട്. അതായത് ലോ പ്രകാരം ആളുടെ പൈസ തൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ അടച്ചാൽ ആ പൈസ തിരിച്ച് റിക്കവർ ചെയ്യാൻ അവകാശമുണ്ട്. എക്സാമ്പിളാണ് എ ലാൻഡ് റവന്യൂ അടയ്ക്കണം, ബി അത് അടച്ചു. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓപ്ഷൻ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബി എയിൽ നിന്ന് പൈസ റിക്കവർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കേസാണ് ഗോവിന്ദ്രം ഗോർദാൻ സെക്സേരിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗോണ്ടായ്. ഇതിൽ പറയുന്ന പ്ലെയിൻറ്റിഫ് മറ്റൊരാൾ ആധ്യാത്മികമായി ടാക്സ് സ്വന്തം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അടച്ചു. കോർട്ട് പറഞ്ഞ ആ എമൗണ്ട് ഒറിജിനൽ ലൈബിളായ ആളിൽ നിന്ന് റിക്കവർ ചെയ്യാമെന്ന്. ഇനിയാണ് നോൺ ഗ്രാറ്റീഷ്യസ് ആക്ട്. സെക്ഷൻ 70. നോൺ ഗ്രാറ്റീഷ്യസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സർവീസ് ഫ്രീ ആയി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല, മറ്റൊരാൾ അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്താൽ ബെനിഫിറ്റ് കിട്ടിയ ആൾ കോമ്പൻസേഷൻ കൊടുക്കണം. എക്സാമ്പിൾ എ മിസ്റ്റേക്കായി ബിയുടെ ലാൻഡിൽ വെയിറ്റ് ബിൽഡ് ചെയ്തു. എ മിസ്റ്റേക്കായി ബിയുടെ ലാൻഡിൽ വോള് ബിൽഡ് ചെയ്തു. ബി അതിൻ്റെ ബെനിഫിറ്റ് യൂസ് ചെയ്തു. അതുകൊണ്ട് ബി എക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അതിൻ്റെ കേസാണ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് BK മൊണ്ടൈ ആൻഡ് സൺസ്. ഫോർമൽ കോൺട്രാക്റ്റ് ഇല്ലാത്ത കോൺട്രാക്ടർ ഗവൺമെൻറ്റിന് വേണ്ടി സ്ട്രക്ചർ ബിൽഡ് ചെയ്തു. ഗവൺമെൻറ് അത് യൂസ് ചെയ്തു. സുപ്രീം കോർട്ട് പറഞ്ഞു ഗവൺമെൻറ് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന്. ഇനി ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് സെക്ഷൻ 71 പറയുന്നത്. അതായത് ലോസ്റ്റ് ഗുഡ്സ് കണ്ടെത്തിയ ആളിന് ബെയിലിയുടെ സെയിം റെസ്പോൺസിബിലിറ്റി ആണ്. അയാൾ ഗുഡ്സ് സേഫായി സൂക്ഷിക്കണം. എക്സാമ്പിളാണ് എ ബിയുടെ വാച്ച് കണ്ടെത്തുന്നു, എന്നിട്ട് ആ എ വാച്ച് സേഫായി സൂക്ഷിക്കുന്നു. അതിന് എക്സ്പെൻസ് വന്നാൽ ബിയിൽ നിന്ന് ആ എക്സ്പെൻസ് റിക്കവർ ചെയ്യാം. കേസാണ് ഹോളിൻസ് വേഴ്സസ് ഫൗളർ. അത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഗുഡ്സ് അതോറിറ്റി ഇല്ലാതെ വിറ്റു. അപ്പോൾ കോർട്ട് പറഞ്ഞു ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഒറിജിനൽ ഓണറിൻ്റെ റൈറ്റ്സ് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്താണ് മണി പെയ്ഡ് ഓർ ഗുഡ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. സെക്ഷൻ 72 പറയുന്നത്. അതായത് ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക്, കൊയേഷൻ, ബലപ്രയോഗം കൊണ്ടോ കൊടുത്ത പൈസ ഗുഡ്സിന് തിരിച്ച് കൊടുക്കണം. മിസ്റ്റേക്ക് കൊണ്ടോ കൊയേഷൻ കൊണ്ടോ കൊടുത്ത പൈസ ഗുഡ്സോ തിരിച്ച് കൊടുക്കണം. അതാണ് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മിസ്റ്റേക്കായി 1000 രൂപ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ എക്ക് മനസ്സിലായി അവൻ ബിയിൽ നിന്നൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ബി ആ പൈസ തിരിച്ചു കൊടുക്കണം. ഇതിൻ്റെ കേസാണ് സെയിൽസ് ടാക്സ് ഓഫീസർ വേഴ്സസ് കൻഹിയാൻ ലാൽ മുകുന്ദ് ലാൽ സർഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ടാക്സ് മിസ്റ്റേക്കായിട്ടാണ് പേ ചെയ്തത്. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു ഫാക്റ്റിൻ്റെ മിസ്റ്റേക്ക് ആയാലും ലോൻ്റെ മിസ്റ്റേക്ക് ആയാലും മിസ്റ്റേക്ക് കൊണ്ട് കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കണം. ഇത് കൺക്ലൂഡ് ചെയ്യാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസി കോൺട്രാക്റ്റ് എന്നാൽ റിയൽ കോൺട്രാക്റ്റ് ഇല്ലെങ്കിലും ലോ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലീഗൽ ഒബ്ലിഗേഷനാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ ചെലവ് അന്യായമായി ലാഭം നേടുന്നത് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് തടയുക എന്നാണ്. ജസ്റ്റിസ്, ഫെയർനെസ്, ഇക്വിറ്റി എന്നിവ ഉറപ്പിക്കുന്നതിൽ കോസി കോൺട്രാക്റ്റ് വളരെ പ്രധാനമാണ്. സെക്ഷൻ 68 നെസസിറ്റീസ്, സെക്ഷൻ 69 പേയ്മെൻറ്റ് ബൈ ഇൻട്രസ്റ്റ് പേഴ്സൺ, 70 നോൺ ഗ്രാറ്റിഷ്യസ് ആക്ട്, 71 ലോ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, 72 മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. ഈ സെക്ഷൻസൊക്കെ ഓർത്ത് വെച്ചാൽ സെക്ഷൻ 68 അല്ലെങ്കിൽ 72 എക്സാം നമുക്ക് വളരെ എളുപ്പത്തിലായിട്ട് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇത്രേ ഉള്ളൂ.